പണി വരുന്നുണ്ടവറാച്ച. ചേട്ടാ, ഈ സിനിമയില് നായികമാരെ കിട്ടാൻ അങ്ങനെ ക്ഷാമങ്ങളോ എന്തെങ്കിലും നായികമാരെ കിട്ടാനായിട്ട്, അതായത് അഭിനയിക്കാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ഇന്നയാളുടെ കൂടെ അഭിനയിക്കുള്ളൂ അങ്ങനെയൊക്കെ എന്തെങ്കിലും? ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അവര് ചോദിക്കണ പ്രതിഫലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അഭിനയിക്കണോണ്ടെന്തോ കുഴപ്പം? കാലായി ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അതിനൊരു സംഭവം ഉണ്ട്. അത് പണ്ടൊരു ഇതുണ്ടായിരുന്നു. അത് മാസികയിലൊക്കെ എഴുതി ഭയങ്കര ഇതായിട്ട് ഒന്നാണ്. എന്റെ കൂടെ ചില നടികൾ അഭിനയിക്കില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കല്യാണ സൗന്ദര്യം എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ഞാൻ ഈ ദുബായിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറാണ്. ഹായ് ദീദി മാ അടിപൊളി. അങ്ങനെ വിനയ് സാറിന്റെ അടുത്ത് പോയിട്ട് ദിവ്യോണി ചോദിച്ചു, സാറേ എന്റെ മുറച്ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആരാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞത് കലാഭവൻ മണിയാ. അയ്യേ പട്ടി കഴിവരടാ മോളെ. എനിക്കൊന്നും വേണ്ട. അയ്യോ, ഇത്രയും കറുപ്പുള്ള ആളൊന്നും എനിക്ക് വേണ്ട. അയ്യേ എന്തത്, എനിക്ക് എന്റെ മുറച്ചെറുക്കൻ നല്ല വെളുത്ത് നല്ല സുന്ദരനായിരിക്കണം. വേണ്ടി തരാ ഈ പറയണ ചെയ്യണോ. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. അപ്പൊ വിനയ് സാറിന് കുട്ടി ഇത് സിനിമയല്ലേ, സിനിമയിൽ മുറച്ചെറുക്കുന്ന പറഞ്ഞ കഥാപാത്രമായിട്ട് അങ്ങനെ വരുന്നല്ലേ. അല്ല, അങ്ങനെയൊന്നും പറ്റില്ല, എനിക്ക് വെളുത്ത ചെക്കനെ വേണം മുറച്ചെറുക്കനായിട്ട്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോളാ പാട്ടികളെ. പണ്ട് ആരാ പറഞ്ഞിട്ടുണ്ട്, പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണീനെ കെട്ടണ്ടാന്ന്. എനിക്ക് ഈ പ്രശ്നം വയ്യ. എനിക്ക് ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായി. കുറച്ചും കൂടി പറയണമെന്നുണ്ടായിരുന്നു. ഇനിയൊരു അവസരത്തിലാട്ടെ.